അപ്പോൾ ഞാൻ ആദ്യഘട്ട അറ്റംപ്റ്റുകൾ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കമ്പൈലേഷൻസിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തു. കാരണം പക്ഷേ കമ്പൈലേഷൻ ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ജനറൽ ട്രെൻഡ് മനസ്സിലാവില്ല ഓരോ കാര്യങ്ങൾക്കും. നമ്മൾ ഒരു ന്യൂസ് സ്ഥിരമായി വാർത്തകളിൽ വരുന്നത് മാത്രമാണ് UPSC ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ പത്രം വായിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഇന്ന് പത്രത്തിൽ എഡിറ്റോറിയൽ വായിച്ചാൽ നമുക്കിപ്പോൾ ഒപ്പീനിയൻ ബിൽഡ് ചെയ്യാം. ഓൺലൈൻ സോഴ്സുകൾ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം. ഇപ്പോൾ യാതൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലാത്ത ഒരാൾ ഓൺലൈൻ സോഴ്സുകൾ ഉപയോഗിച്ചാൽ അത് ഭയങ്കര അപകടം. കാരണം നമ്മളൊരു അടിത്തറ പണിതിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് അഡീഷണൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഒരു ചോദ്യം എന്നോട് ചോദിക്കുന്നത് ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടുള്ള താൻ എന്തിനാണ് ലിറ്ററേച്ചർ മലയാളം എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു ഉത്തരം പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ബോർഡ് ചെയർമാൻ ഇടപെട്ടിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് ഫിസിക്സ് മാർക്ക് കുറവാണ്, പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ല, മലയാളം എടുത്തത് അതുകൊണ്ടാണ് മലയാളം എടുത്തത്. അപ്പം എന്തിനാണ് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ടെൻഷൻ ആകത്തുള്ളൂ. അപ്പം ലെറ്റ് ഹിം അലോ ടു ആൻസർ അതർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം എന്നോട് സിമ്പിൾ ആയിട്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണ്, ന്യൂക്ലിയർ ഫിഷൻ എന്താണ്, ഒരു സ്കൂൾ സ്റ്റുഡന്റിന്റെ ഇതിലൊക്കെ എന്നെ കൺസിഡർ ചെയ്ത് സ്കൂളിലൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ ആ ലെവലിലേക്ക് ക്വസ്റ്റ്യൻ കൊണ്ടുവന്നു. സിവിൽ സർവീസ് പരീക്ഷയുടെ വിജയകഥകൾ തുടരുകയാണ്. ഈ വർഷത്തെ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് പല വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകൾ സർവീസ് നേടിയതായിട്ട് നിങ്ങൾ പത്രങ്ങളിലും മറ്റും വായിച്ചിട്ടുണ്ടാവും. അക്കൂട്ടത്തിൽ ഏറെ തിളക്കമേറിയ ഒരു വിജയകഥയുമായാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മളോടൊപ്പമുള്ളത് വൈശാഖ്. ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 656ാമത്തെ റാങ്കോടുകൂടി ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന വൈശാഖിനെ ആദ്യം തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. വൈശാഖ്, കൺഗ്രാറ്റുലേഷൻസ്. ഈ സിവിൽ സർവീസ് യാത്ര, ഈ സ്വപ്നം എത്ര വർഷത്തെ ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ ഇവിടെ വന്ന് നിൽക്കുന്നത്? കൃത്യമായി പറഞ്ഞാൽ ആദ്യത്തെ എൻ്റെ അറ്റംപ്റ്റ് 2017 അത് വെച്ച് നോക്കുമ്പോഴേക്കും ഏകദേശം 8 വർഷത്തോട് അടുത്തിരിക്കുന്നു ഞാൻ ആദ്യമായി സിവിൽ സർവീസ് എന്ന് പറഞ്ഞ ഒരു തിരഞ്ഞെടുത്ത ശേഷം അതിലേക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട്. എപ്പോഴാണ് ആ ഒരു സ്പാർക്ക്, ആ ഒരു ആശയം മനസ്സിലേക്ക് വന്നത്? സ്പാർക്ക് വന്നതിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് പണ്ട് ഒത്തിരി ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഒരു സ്റ്റേറ്റിൽ ഒരു ക്വിസ് മത്സരത്തിൽ ഫസ്റ്റ് മേടിക്കുന്നു. ഇതിൽ സമ്മാനം തരുന്നത് മോഹൻലാലാണ്. ഇത് കണ്ടപ്പോഴേക്കും നമ്മുടെ നാട്ടിലൊരു ജനറൽ ആയിട്ടൊരു ചിന്തയുണ്ട്, ഒരു ക്വിസ് ജയിച്ചാൽ പിന്നെ IAS ആണ്. അപ്പം അങ്ങനെ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു തുടങ്ങി. അപ്പോൾ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ ഇത് ചോദിക്കാൻ പ്രത്യേകിച്ച് അടുത്ത ആരുമില്ല. അപ്പോൾ UPSC പഠിക്കുന്നതായിട്ടോ ആരും അറിയത്തില്ല, ഒരു സ്ഥാപനം ചൂസ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മനസ്സിൽ കയറി അങ്ങനെ ഇത് പഠിച്ച വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ 2017 ഫസ്റ്റ് അറ്റംപ്റ്റ് എടുക്കുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു കോച്ചിങ് ഒന്നുമില്ല. അപ്പം അങ്ങനെ ആദ്യത്തെ ഒരു 2 അറ്റംപ്റ്റ് എടുത്ത ശേഷമാണ് കോച്ചിങ്ങിന് പോകുന്നത്. കോച്ചിങ്ങിന് പോയ ശേഷമാണ് ആദ്യമായിട്ടൊന്ന് പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നത്. പക്ഷെ പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടും മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഒടുക്കം അതും ഇത്തവണ സംഭവിച്ചു, റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയെന്നുള്ളതാണ്. സ്കൂളിലുള്ള സമയത്ത് ക്വിസിന്റെ കാര്യം പറഞ്ഞു, കോളേജിലുള്ള സമയത്തും ക്വിസ് ഇതുപോലെ തുടർന്നുകൊണ്ടിരുന്നോ? അല്ലാതെ ഇതുപോലെ സിവിൽ സർവീസ് അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ ആ സമയത്ത് എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, എൻ്റെ അക്കാഡമിക് അത്യാവശ്യം വളരെ മോശം രീതിയിലാണ് പോയത്. കാരണം ഇടയ്ക്ക് കുറച്ച് ക്വിസ് മത്സരങ്ങൾക്ക് പോകുന്നല്ലാതെ ഞാൻ അത്രയും മത്സരങ്ങൾക്കൊന്നും പങ്കെടുക്കില്ല. പിന്നെ അക്കാഡമിക്കും അത്യാവശ്യം മോശമായിരുന്നു. പിന്നെ UPSCക്ക് വേണ്ടി യാതൊരു തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ എനിക്ക് അറിയില്ല, ചില ഇടയ്ക്ക് ഇങ്ങനെ നാട്ടിലൊക്കെ നടത്തുന്ന കുറച്ച് ഫൗണ്ടേഷൻ പരിപാടികൾക്കൊക്കെ പോകുന്നല്ലാതെ ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെയുള്ള ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ കിട്ടിയതെല്ലാം തെറ്റാണെന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലാകുന്നത്. പലരുടെയും വിചാരം ഇത് വളരെ നേരത്തെ തുടങ്ങണം, അതുപോലെ ഏറ്റവും മികച്ച രീതിയിലുള്ള സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കണം എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ അങ്ങനെയല്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തമമായ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ വൈശാഖിലൂടെ നമ്മൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ എനിക്ക് അറിയേണ്ട കാര്യം, വീട്ടിൽ ഇതിന് എത്രത്തോളം സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ ഒരു തീരുമാനം പറഞ്ഞപ്പോഴും? വീട്ടിൽ എന്ത് വേണം നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ എന്നുവെച്ചാൽ നമുക്ക് അത്രയും ഒരു സ്ട്രോങ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ തന്നെയും കുഴപ്പമില്ല ചെയ്യാം. വീട്ടുകാർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഒരുപാട് ക്വിസിലൊക്കെ പോകുന്ന സമയത്ത് എന്തായാലും ഒരു സർക്കാർ ജോലി ലഭിക്കുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോഴും ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എഴുതിയ ഫസ്റ്റ് എക്സാമിന് തന്നെ എനിക്ക് കിട്ടി, ജോലി കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. അപ്പം വീട്ടുകാർക്ക് അറിയാം സ്വന്തമായിട്ട് എന്തായാലും പഠിക്കുമെന്നറിയാം. അപ്പോൾ അവരൊക്കെ, പക്ഷെ അവർക്ക് ഈ എക്സാമിനെ പറ്റി അവർക്കും തിരിച്ചറിവില്ല. അവർ വിചാരിക്കുന്ന പറഞ്ഞാൽ കോച്ചിങ്ങിന് പോയി നെക്സ്റ്റ് ഡേയിൽ സിവിൽ സർവൻ്റ് ആയിട്ട് വരും. പക്ഷെ ഞാൻ ഒരു 2019-20 സമയത്താണ് ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നത്, ഈ ഒരു എക്സാം ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ഈ പ്രിലിംസ് മെയിൻസ് ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ വീട്ടുകാരോട് ചോദിക്കും, പ്രിലിംസ് ക്ലിയർ ചെയ്യും, പ്രിലിംസിൻ്റെ റിസൾട്ട് വരുമ്പോൾ തന്നെ ആളുകൾ ആയിരിക്കും കിട്ടി, മെയിൻസ് വന്ന് കിട്ടി. അപ്പം ഇങ്ങനെ ആളുകളിൽ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഒരു പ്രിലിംസിൻ്റെ റിസൾട്ട് വരുമ്പോൾ ആൾ വിചാരിക്കുന്നത് കിട്ടി. അപ്പോൾ നമ്മൾ മെയിൻസ് കടന്നു കഴിഞ്ഞാൽ ആൾ വിചാരിക്കുന്നത് അടുത്ത പ്രാവശ്യം തൊട്ട് നേരെ ഇൻ്റർവ്യൂവിൽ പോയാൽ മതി, മെയിൻസ് എഴുതണ്ട. അപ്പോൾ ആളുകൾക്ക് അറിയില്ല, ആൾ വിചാരിക്കുന്ന ഒരു പേപ്പർ ഡിഗ്രിക്ക് പോയിക്കാൻ തിരിച്ചെഴുതെടുക്കുന്നുള്ള രീതിയിൽ. അപ്പം സാധാരണക്കാരായതുകൊണ്ട് നമുക്കത് അവരെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളൊരു നാട്ടിൻ പുറത്ത് വരുന്ന സമയത്ത് അവിടുത്തെ ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ ഒരുപാട് താല്പര്യമുണ്ട്. അപ്പോൾ ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ എൻ്റെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ
സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ച് നല്ല ഡെപ്ത് നോളജ് ഉള്ള സാധാരണക്കാരോടെ കാണാൻ പറ്റും. അപ്പൊ കുടുംബത്തിന്റെയും നാടിന്റെയും ഒക്കെ തന്നെ ഒരു പിന്തുണ വിജയത്തിന് പുറകിൽ ഉണ്ടെന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായത്. ഇനി നമുക്ക് എക്സാമിന്റെ പ്രിപ്പറേഷന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ 3 സ്റ്റേജുകളിൽ 3 തരത്തിലുള്ള കഴിവുകൾ ഇവിടെ ആവശ്യമുണ്ട്. ക്വിസർ ആയിരുന്നത് പ്രിലിമിനറി പരീക്ഷയിൽ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ഇല്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നും ഇല്ലെന്നാണോ? അല്ല, ക്വിസർ ആയതുകൊണ്ട് എല്ലാ തരത്തിലും നമുക്ക് ഏതൊരു ഘട്ടത്തിലും, കാരണം ഒരു ചോദ്യം ചോദിക്കുന്ന ബിഹേവിയർ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് മെയിൻസിൽ ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ പ്രിലിംസിനപ്പുറത്തേക്കും എനിക്ക് ക്വിസിൻ്റെ ഹാബിറ്റ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം പ്രിലിംസിൽ ചോദ്യം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് ചിലപ്പോൾ ശരിയായിരിക്കും. ചിലപ്പോൾ നമുക്ക് ആ ക്വസ്റ്റിനോട് യാതൊരു പരിചയമില്ലെങ്കിൽ പോലും നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റും തോട്ടും ഒക്കെ തന്നെ വർക്കൗട്ട് ആയി അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മളൊരു അക്ഷര ABCD ക്വസ്റ്റ്യൻസ് പോലും നമുക്കത് കറക്റ്റായി കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ അറിയാതെ തന്നെ എന്തോ ഒരു ആപ്ലിക്കേഷൻ ആ പേപ്പറിൽ വർക്കൗട്ട് ആവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം അതിന് ക്വിസ് ഒത്തിരി സഹായിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എല്ലാവരും അറിയാവുന്നത് പോലെ തന്നെ മെയിൻസ് ആണ്. മെയിൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും അറിവിന്റെ ആവശ്യമുണ്ട്, എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം മെയിൻസിലെ മാർക്കാണ് സ്വാഭാവികമായും നമ്മുടെ വിജയം തീരുമാനിക്കുന്നതും. മെയിൻസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരുന്നു? അതും ഇത് മൂന്നാമത്തെ മെയിൻസ് ആണെന്നല്ലേ പറഞ്ഞത്. അപ്പം കഴിഞ്ഞ 2 തവണ പറ്റിയ മിസ്റ്റേക്സ് സ്വാഭാവികമായും കറക്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ മെയിൻസിന്റെ ആ ഒരു പ്രിപ്പറേഷനെ കുറിച്ചൊന്ന് വിശദമായി പറയാമോ? അപ്പോൾ ഞാൻ 2017 മുതൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം കണ്ടന്റ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ കണ്ടന്റ് എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ മോശമായിരുന്നു. അപ്പം എനിക്ക് ഓർക്കുന്നുണ്ട്, ആദ്യത്തെ മെയിൻസിൽ ഏകദേശം 30-35 മാർക്കിനാണ് പോകുന്നത്. പക്ഷെ എന്നാലും പല പേപ്പറുകൾക്കും വളരെ മോശം മാർക്കായിരുന്നു. എനിക്ക് SIക്ക് ഒരു 139 മാർക്സ് കിട്ടിയോണ്ട് മാത്രമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു, എന്നാലും കിട്ടുമെന്നൊരു ഉറപ്പില്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ GSൽ മാർക്ക് കുറവാണ്, GS2ലൊക്കെ മാർക്ക് കുറവാണ്. അപ്പം ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നാണ് പല മെൻറ്റേഴ്സും പറയുന്നത്. അപ്പോൾ അടുത്ത എക്സാമിൽ ഞാൻ അതിലേക്ക് കൂടുതൽ വർക്കൗട്ട് ചെയ്തു. അപ്പം ഞാൻ ഒരു കാര്യം മിസ് ചെയ്തു, SI പ്രാക്ടീസ് ചെയ്തില്ല. SI 130 മാർക്ക് കിട്ടിയോടെ ഞാൻ വിചാരിച്ചു ഞാൻ എക്സൽ എല്ലാം ഓക്കെ ആയിട്ടൊരാളാണ് വിചാരിച്ചു. അപ്പോൾ ആ SIയുടെ മാർക്ക് 139 നിന്ന് നേരെ 88ലേക്ക് വന്നു. അപ്പോൾ ഞാൻ മറ്റ് GSകൾ മേടിച്ച മാർക്ക് ഇവിടെ ഒരു ഫലപ്രാപ്തി ഇല്ലാതെ വന്നു. അങ്ങനെ 4 മാർക്കിന് എനിക്ക് മെയിൻസ് മിസ്സാകും. അപ്പം ഇത്തവണ ഞാനപ്പം എല്ലാ ടോപ്പിക്സും GS1 ഓപ്ഷനും എല്ലാം തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു. അപ്പോൾ എല്ലാത്തിനും ഒരു കുഴപ്പമില്ലാത്ത രീതി മാർക്ക് റിസൾട്ടിലേക്ക് എത്തിക്കുന്ന രീതി എത്തിച്ചു. മെയിൻസിന് ഇത്തരത്തിലുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് സഹായകരമായി എന്നാണ് പറയുന്നത്. നമ്മൾ കൂടുതലും ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആളുകൾക്ക് ജനറലി ഉള്ള ചില കാര്യങ്ങളും കൂടി ചോദിക്കാൻ വിചാരിക്കുകയാണ്. ന്യൂസ് പേപ്പറുകൾ വായിക്കുന്നതിനെ കുറിച്ച് ആളുകൾ വളരെയധികം ഒരുപാട് സമയം അതിനുവേണ്ടി പോകുന്നു, അതെങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പം ഈ ന്യൂസ് പേപ്പർ വായന എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ പരീക്ഷയെ സംബന്ധിച്ച്? അപ്പോൾ ഞാൻ ആദ്യഘട്ട അറ്റംപ്റ്റുകൾ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കമ്പൈലേഷൻസിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തു. കാരണം പക്ഷേ കമ്പൈലേഷൻ ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ജനറൽ ട്രെൻഡ് മനസ്സിലാവില്ല ഓരോ കാര്യങ്ങൾക്കും. നമ്മൾ ഒരു ന്യൂസ് സ്ഥിരമായി വാർത്തകളിൽ വരുന്നത് മാത്രമാണ് UPSCയിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ പത്രം വായിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. പത്രത്തിൽ എഡിറ്റോറിയൽ വായിച്ചാൽ നമുക്കിപ്പോൾ ഒപ്പീനിയൻ ബിൽഡ് ചെയ്യാൻ, നമുക്കൊരു GS ആൻസറിൻ്റെ കൺക്ലൂഷൻ എഴുതാനായിട്ട് അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നമ്മൾ ഇന്റർവ്യൂവിൽ പോയാൽ തന്നെ നമുക്ക് ആ സമയത്ത് ഓരോ ട്രെൻഡുകൾ, ഇന്റർനാഷണൽ റിലേഷൻസ്, ഇതിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഇപ്പോൾ കമ്പൈലേഷൻ വായിക്കുമ്പോൾ നമുക്കൊരു ഷോർട്ട് ടേമിങ്ങിൽ ചിലപ്പോൾ പ്രിലിംസിൽ ചെറിയൊരു ഗെയിൻ ഉണ്ടായേക്കാം. പക്ഷെ നമുക്കൊരു ലാർജ് എക്സ്റ്റെൻഡിൽ UPSC എക്സാം ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും പത്രം വായിക്കണം. അപ്പോൾ പത്രം നന്നായിട്ട് വായിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ സമയം എടുക്കുക എന്നുള്ളതാണ് പലരുടെയും പ്രശ്നം. അപ്പോൾ സിലബസിനെ പറ്റി നല്ല ധാരണ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സ്ഥിരമായി റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പത്രത്തിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വായിക്കാം. ഒരു 45 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് പത്രം വായിക്കാൻ പറ്റുന്നൊരവസ്ഥയിലെത്താം. നമ്മൾ അതുപോലെ തന്നെ ഈ പലരുടെയും ഇതൊരു ധാരണ എന്ന് പറയുമ്പം ഇതിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുക എന്നുള്ളതിനെ കൂടുതൽ എംഫസൈസ് ചെയ്യാറുണ്ട്. പക്ഷേ ഓൺലൈൻ സോഴ്സസിന്റെ ഒരു യൂസിനെ കുറിച്ച് പൊതുവെ പബ്ലിക് ഡൊമൈനിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് കേരളത്തിലെ മാധ്യമങ്ങൾ അത് തീരെ പറയാറില്ല. ഓൺലൈൻ സോഴ്സുകൾ ഇതിന് എത്രത്തോളം യൂസ് ചെയ്തിരുന്നു? ഓൺലൈൻ സോഴ്സുകൾ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം. ഇപ്പോൾ യാതൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലാത്ത ഒരാൾ ഓൺലൈൻ സോഴ്സുകൾ ഉപയോഗിച്ചാൽ അത് ഭയങ്കര അപകടം. കാരണം നമ്മളൊരു അടിത്തറ പണിതിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് അഡീഷണൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാനും ചെയ്തിട്ടുണ്ട് ഓൺലൈൻ സോഴ്സുകൾ പലതും ഉപയോഗിക്കുന്നത്. ഞാൻ സ്റ്റാൻഡേർഡ് കാര്യങ്ങളെല്ലാം തീർത്തു. ഒരു ബേസിക്കായി UPSCക്ക് വേണ്ടി ചെയ്യേണ്ട കുറച്ച് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക്, കൃത്യമായി മെൻറ്റർഷിപ്പ് വാങ്ങിക്കുക, പത്രം വായിക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കൊരു ആഡ് ഓൺ എന്നുള്ള രീതിയിലാണ് ഓൺലൈൻ സോഴ്സുകൾ ഉപയോഗിക്കുക. ഒരു പ്രൈമറി സോഴ്സായിട്ട് ഒരിക്കലും ഉപയോഗിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അവസാനത്തെ നമ്മുടെ സ്റ്റേജായ ഇന്റർവ്യൂവിൽ എത്തുമ്പോഴത്തേക്കും തയ്യാറെടുപ്പുകളിൽ പിന്നെ അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? സത്യത്തിൽ ഇന്റർവ്യൂ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഇന്റർവ്യൂ സെലക്ഷൻ കിട്ടി, അപ്പം എന്ത് പ്രൊസീജിയർ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പം ഒരു ആക്സിഡന്റിൽ എനിക്കൊരു വാട്സാപ്പിൽ മെസ്സേജ് വന്നു, ഇപ്പോൾ പാത്വേസിലൊരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറയുന്നു. അപ്പം ഞാൻ അന്നാണ് റിയലൈസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എത്രത്തോളം വീക്കാണ്. ഞാൻ ആദ്യം വിചാരിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിറങ്ങിപ്പോരും,
ഈ മെയിൻസിൽ പഠിച്ച കുറച്ച് ഫാക്ട്സ് കിട്ടും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞാൻ അവിടെ വരുന്നത്. അവിടെ വന്നു കഴിഞ്ഞ് ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഡിഫറെൻറ്റ് ഗെയിമാണ്. ഇതുവരെ മെയിൻസിൽ കണ്ട പോലെയല്ല, നമ്മൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു റിയലൈസേഷൻ അവിടെ കിട്ടി. അപ്പം അതിനുശേഷം ഞാൻ കുറച്ച് മെൻറ്റേഴ്സുമായിട്ടും ഒക്കെ തന്നെ ടോക്ക് ചെയ്തു. അപ്പോൾ എല്ലാവരും ബി യുവർ സെൽഫ്, നിങ്ങൾ എന്താണെന്നുള്ള അവിടെ കാണിക്കുക, ചോദ്യങ്ങൾ കേട്ടിട്ട് ഉത്തരം പറയുക, ഏറ്റവും സിമ്പിളായിട്ട് ആൻസർ പറയുക, അതിൽ എക്സാജറേറ്റ് ചെയ്യാതിരിക്കുക. അപ്പം ആ ഒരു ബേസിക് കാര്യം മാത്രം ഞാൻ പിന്നീട് ഫോക്കസ് ചെയ്തു. ഞാൻ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തില്ല, എന്നെ അവിടെ പ്രസൻറ്റ് ചെയ്യാൻ മാത്രം ഞാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഇടയിൽ മറ്റ് മത്സരാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ജോലിയുടെ ഇടയിൽ കൂടിയുള്ള പ്രിപ്പറേഷനും കൂടിയായിരുന്നു. അപ്പം അത് മൂലം ഉണ്ടായിട്ടുള്ള രണ്ട് കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടുണ്ടായിട്ടുള്ള പ്രഷറും ഉണ്ടായിട്ടുണ്ടാവും, അതിൻ്റെതായ ചില അഡ്വാൻറ്റേജും ഉണ്ടായിട്ടുണ്ടാവും. അതിനെക്കുറിച്ച്, ജോലിയുടെ രീതിയെക്കുറിച്ചും അത് ഈ പ്രിപ്പറേഷനെ ഏത് വിധത്തിലാണ് ബാധിച്ചത്, നല്ല രീതിയിലും അല്ലാതെയും എന്നുള്ളതൊന്ന് പറയാമോ? ശരിയാണ്, രണ്ട് രീതിയിലും ബാധിച്ചു. ഇപ്പം എനിക്ക് ജോലി ഇരുന്ന് പഠിക്കണം എന്നൊരു തോട്ട് ഉണ്ടായപ്പോഴേക്കും ഞാൻ അതിന് സ്ട്രിക്റ്റ് ആയിട്ട് കുറച്ച് ഡിസിപ്ലിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ കൊണ്ടുപോകും. അപ്പം ഞാൻ 6 to 9 രാവിലെയും 6 to 9 ഈവനിങ്ങും പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അത് റെഗുലർലി ചെയ്യണം. അത് റെഗുലർലി ചെയ്തിട്ട് ഏതെങ്കിലും മോക്ക് ടെസ്റ്റ് എടുക്കുക, PYQ ചെയ്തതിൻ്റെ സമയത്ത് പത്രം വായിക്കുക. അപ്പം ഈ റൂള് ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കുറേ നാളത്തേക്ക്. പിന്നെ ശനി ഞായർ ദിവസങ്ങൾ, അവധി ദിവസങ്ങൾ വരുന്ന സമയത്തേക്ക് ഈ 6 മണിക്കൂർ 8-9 മണിക്കൂറായിട്ട് ചെയ്തു. അപ്പം ഞാനൊരു വീക്കിലി ഒരു അറൗണ്ട് പർട്ടിക്കുലർ ടൈം ടാർഗറ്റ് ചെയ്തു. അങ്ങനെ അത് ഇത്രയും നാൾ കണ്ടിന്യൂ ചെയ്യാൻ പോയി. അപ്പോൾ അത് പിന്നീട് പ്രിലിംസ് ക്ലിയർ ചെയ്ത ശേഷമാണ് ഞാൻ മെയിൻസിന് വേണ്ടിയാണ് ലീവ് എടുക്കാറ്. അങ്ങനെ മെയിൻസിന് ലീവ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു 2 മണിക്കൂർ ഉള്ളെങ്കിൽ ആ 2 മണിക്കൂർ നന്നായിട്ട് ഉപയോഗിക്കുക. അതിനുശേഷം ഹോളിഡേയ്സ് കിട്ടുമ്പോൾ നമുക്കത് ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ കിട്ടുന്ന സാഹചര്യത്തിൽ പൊരുത്തപ്പെട്ട് അതിൽ നിന്ന് നമുക്ക് സമയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് കോവിഡ് സമയത്തൊക്കെ എത്രയോ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഫ്ലഡിൻ്റെ ഒക്കെ അത് ഓർക്കും. 2018 ഫ്ലഡ് വന്നപ്പോൾ ഞാനൊരു ക്യാമ്പിൽ വോളണ്ടിയർ ആയിട്ട് പോകുന്നുണ്ട്. അപ്പം അപ്പോഴും ഞാൻ UPSC പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ കിട്ടുന്ന ചെറിയ സമയത്ത് പോലും നമുക്ക് വേണമെങ്കിൽ ഫോൺ എടുത്ത് ടെലിഗ്രാമിൽ നോക്കി മോക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സാഹചര്യത്തിൽ പൊരുത്തപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജോലിയല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇന്റർവ്യൂവിൽ ജോലിയെക്കുറിച്ചും പശ്ചാത്തലത്തെ കുറിച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് എപ്പോഴും കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇന്റർവ്യൂവിൽ ചോദിച്ച രസമുള്ള ചോദ്യങ്ങൾ എന്നുള്ളത്. അങ്ങനെയുള്ള രസകരമായ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പങ്കുവെക്കാവോ? എല്ലാ ചോദ്യങ്ങളും തന്നെ രസകരമായിരുന്നു. ഒരിക്കലും നമ്മളെ ടെൻഷൻ അടിപ്പിക്കാതെ വളരെ കൂളായിട്ട്. ഒരു ചോദ്യം എന്നോട് ചോദിക്കുന്നത് ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടുള്ള താൻ എന്തിനാണ് ലിറ്ററേച്ചർ മലയാളം എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാൻ ഒരു ഉത്തരം പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ബോർഡ് ചെയർമാൻ ഇടപെട്ടിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് ഫിസിക്സ് മാർക്ക് കുറവാണ്, പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ല, മലയാളം എടുത്തത് അതുകൊണ്ടാണ് മലയാളം എടുത്തത്. അപ്പം എന്തിനാണ് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ടെൻഷൻ ആകത്തുള്ളൂ. അപ്പം ലെറ്റ് ഹിം അലോ ടു ആൻസർ അതർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം എന്നോട് സിമ്പിൾ ആയിട്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണ്, ന്യൂക്ലിയർ ഫിഷൻ എന്താണ്. ഒരു സ്കൂൾ സ്റ്റുഡന്റിന്റെ ഇതിലൊക്കെ എന്നെ കൺസിഡർ ചെയ്ത് സ്കൂളിലൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ, ആ ലെവലിലേക്ക് ക്വസ്റ്റ്യൻ കൊണ്ടുവന്നു. നമ്മൾ എത്രത്തോളം നമ്മൾ റിയൽ ആയിട്ട് ചെയ്യുന്നു അത്രത്തോളം അവർ നമ്മുടെ അടുത്ത് ഒരു ജനറോസിറ്റി കാണിക്കാറുണ്ട്. പലർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയില്ല. നമ്മൾ കൂടുതൽ ആവശ്യമില്ലാതെ ഓവറായിട്ട് പ്രിപ്പയർ ചെയ്യാനാണ് നോക്കുക. സ്വാഭാവികമായിട്ട് ആ ബി യുവർ സെൽഫ് എന്നൊക്കെ പറയാന്നല്ലാതെ അത് ശരിക്കും പ്രവർത്തിച്ച് കാണിക്കുന്നവർ വളരെ കുറവാണ്. അപ്പം സന്തോഷം അങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞതിന്. നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് കൂടി എനിക്കൊന്ന് വിശദമായിട്ടൊന്ന് കേട്ടാൽ കൊള്ളാം. അതായത് നേരത്തെ ഈ 1-2 ഫൗണ്ടേഷൻ പ്രോഗ്രാമുകൾക്കും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി, പക്ഷേ അതെല്ലാം തന്നെ അത്ര ഉപയോഗപ്രദമായില്ല എന്ന് പറഞ്ഞു. കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ സ്കൂൾ തലത്തിൽ തൊട്ട് ഒരുപാട് ഫൗണ്ടേഷൻ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. അത്തരത്തിൽ അതിൻ്റെ ഒരുപാട് പേര് ഇത് നല്ല പരസ്യവും മറ്റും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ പോവുകയും ചെയ്യും. അതിൻ്റെ ആളുകളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു പരീക്ഷയാണ്, നമ്മൾ വളരെ നേരത്തെ പഠിച്ചു തുടങ്ങേണ്ടി വരും എന്നുള്ള ഒരു രീതിയിൽ ആൾക്കാർ അതിനൊക്കെ പോയി ചേരുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം, അതും നമ്മളുടെ പ്രോഗ്രാം കാണുന്നതിൽ പാരന്റ്സും കുട്ടികളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരോട് എന്താണ് ഇങ്ങനെയുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാമുകളെ കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ളത്? ഇത് പാരന്റ്സിന്റെ ഇഗ്നോറൻസ് ആണ് അവിടെ ഉപയോഗപ്പെടുന്നത്, അല്ലെങ്കിൽ പാരന്റ്സിന് മക്കളോടുള്ള ഒരു കൺസേൺ ഉണ്ടാവും കുട്ടികളുടെ ഫ്യൂച്ചറിനെ പറ്റി. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് വരികയാണ്. അപ്പോൾ ഒരു പാരന്റ് എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, സാറിന് പറ്റുമെങ്കിൽ ഒന്ന് കോൾ ചെയ്യണം, മകൾ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, അപ്പൊ ഈ കുട്ടിക്ക് ഇതിൽ താല്പര്യമില്ല, കുട്ടിക്ക് കുറച്ച് കളിച്ചും ചിരിച്ചും നടക്കണം. അപ്പം അവർക്ക് അതിലൂടെ ഇപ്പം ഒരു കുട്ടി, ഇപ്പം ഒരു 3ാം ക്ലാസ്സിലെ കുട്ടി എന്റെ ക്വിസ് ഗ്രൂപ്പിലുണ്ട്. ഈ കുട്ടിക്ക് ഈ GK കാര്യങ്ങൾ ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ആ കുട്ടിക്ക് കണ്ടന്റ് കൊടുത്താൽ ആ കുട്ടി വായിക്കും, പുസ്തകങ്ങൾ പറഞ്ഞാൽ വായിക്കും. പക്ഷെ അപ്പൊ കുട്ടി ഓൾറെഡി അതെ. അപ്പൊ ഹാപ്പിനെസ് നോക്കുക. പിന്നെ ഒരു ക്ലാസ് പോകുന്ന സമയത്തേക്ക് പാരന്റ്സിന് അറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാവുന്ന ആരോട് ചോദിക്കുക, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ചോദിക്കുക. അപ്പം ഞാൻ ഫൗണ്ടേഷൻ ബാച്ച് തന്നെ ഫ്രീ ആയിട്ടൊരു സമുദായ സംഘടന നടത്തിയൊരു ബാച്ചാണ്. അപ്പം നമ്മുടെ വീട്ടിൽ ഒന്ന് വിളിച്ചിട്ട് പോകണം, നല്ല ക്ലാസ് എടുക്കാൻ വരുന്ന ആളിലൊക്കെ വരും എന്ന് പറഞ്ഞ്. പക്ഷെ അവിടെ കാണുന്ന ആളുകളെ നമുക്കറിയില്ല. അപ്പൊ അവർ പറയുന്നത് എന്താ, നമ്മുടെ ഇഗ്നോറൻസ് അവർ മുതലെടുക്കുന്നു. അപ്പൊ അവർ അന്ന് അവിടെ വരുന്നു, ഇങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് നടത്തുന്നു, അതിൻ്റെ ഒരു
ബിസിനസ് പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ UPSC ബാക്ക്ഗ്രൗണ്ട് എന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പം ഞാൻ ഇനി ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എനിക്ക് പറ്റുന്ന രീതിയിൽ എക്സാമിനെ കുറിച്ച് കൂടുതൽ പാരൻസിനെ ബോധവൽക്കരിക്കാൻ പറ്റുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം എൻ്റെ സ്ഥലങ്ങളിൽ ഔട്ട്റീച്ച് ഉള്ളതുകൊണ്ട് അപ്പോൾ അതെനിക്ക് സാധിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു ഇഗ്നോറൻസിനെയും അവരുടെ സ്ഥിതിയെയും ചെയ്യുന്നത് തീർത്തും മോശമായിട്ടുള്ള കാര്യമാണ്. അതിന് പലരും കൂട്ടു നിൽക്കുന്നു എന്നുള്ളതും വളരെ സങ്കടമാണ്. ശരിക്കും ആ പ്രായത്തിലുള്ള കുട്ടികൾ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് ഇപ്പൊ തോന്നുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് അളക്കാം, ഓരോ സിറ്റുവേഷൻസിൽ എങ്ങനെ കോപ്പപ്പ് ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ ക്വിസ് ഗ്രൂപ്പിൽ കുട്ടികൾ പോയി സമ്മാനം കിട്ടാൻ വരുമ്പോഴേക്കും ഞങ്ങൾ വളരെ കളിയാക്കിക്കൊണ്ടൊക്കെയാണ് വിളിക്കുന്നത്. വെച്ചാൽ അവർ യൂസ്ഡ് ആവും. ഒരു മത്സരം തോറ്റാലും ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ പറയും എന്ത് തോറ്റാലും ചേട്ടാ ഇന്ന് പത്രം വായിക്കും. അപ്പം ഇങ്ങനെ ഒരു ഹാബിറ്റ് അവർ ഉണ്ടാക്കിയെടുക്കും. അപ്പം സക്സസ് വന്നാലും ഓവറായിട്ട് ജോയ് ചെയ്യരുത്, എൻജോയ് ചെയ്തിട്ട് അപ്പോൾ അടുത്ത മത്സരത്തിൽ കുറച്ചുകൂടെ നന്നായിട്ട് അവരുടെ ആ ജയിക്കുമ്പോഴും അവരുടെ മിസ്റ്റേക്സ് തിരിച്ചറിഞ്ഞു കൊടുക്കുക. ഒരു കുട്ടി ഇപ്പം നന്നായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന എന്താണോ അതിനവനെ പ്രോത്സാഹിപ്പിക്കുക, അവന് ആ താല്പര്യത്തിലേക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചുകൂടെ കസ്റ്റമൈസ്ഡ് ആവണം, പേഴ്സണലൈസ്ഡ് ആകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്കൗട്ട്. അപ്പോൾ നമുക്ക് സിവിൽ സർവൻസിന് മാത്രം പോരാ, നല്ല എഞ്ചിനീയേഴ്സിനെയും നല്ല ഡോക്ടേഴ്സിനെയും കൂടെ വേണമെന്നുള്ളതാണ്. പൊതുജനങ്ങളുമായിട്ട് ഒരുപാട് ഇടപഴകി ഇപ്പം ജോലിയുടെ ഭാഗമായും ഈ ക്വിസിന്റെ ഭാഗമായിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അത് ഇനി ഒരു ലാർജർ സ്കെയിലിലേക്ക് നമ്മൾ സർവീസിൽ വരുമ്പോൾ അത് വളരെയധികം മുതൽക്കൂട്ടാവും എന്നുള്ളതിൽ സംശയമില്ല. എനിക്ക് ഈ റിസൾട്ട് വന്നതിന് ശേഷം നാട് ഇതൊരു ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? ഞാൻ റിസൾട്ട് അറിഞ്ഞ ശേഷം കുറച്ച് ദൂരം വണ്ടി ഓടിച്ചാണ് എനിക്ക് വീട്ടിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ അതൊരു വലിയൊരു ആഘോഷമായി മാറി. അപ്പം ഒരുപക്ഷെ റിസൾട്ട് കിട്ടിയില്ലെങ്കിലും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു നാട്ടുകാരായിരുന്നു. അപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ജെനുവിനിറ്റി മനസ്സിലാക്കുന്ന ആളുകളായിരുന്നു. അപ്പം എല്ലാവരും ഇതൊന്നും തിരിച്ചറിയാൻ പറ്റുന്ന ആളുകളല്ല, അതായത് അവർക്ക് ഇത്രയും മനസ്സിലാക്കാനുള്ള കാര്യം. പക്ഷെ എങ്കിലും ഇതൊരു കാര്യത്തിന് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അപ്പം ഒരു തരത്തിൽ നെഗറ്റീവ് ഇല്ല. അപ്പം നമുക്കൊരു ക്വിസ് പ്രോഗ്രാം നടത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ പ്രോഗ്രാം നടത്തണം, അവർക്ക് വേണം നമുക്ക് ഫണ്ട് ഒപ്പിക്കും, ഓർഗനൈസ് ചെയ്യാൻ അവസാനം വരെ കൂടെ വയ്ക്കും. കാരണം കുട്ടികൾക്ക് ബെനിഫിഷ്യൽ ആവുന്ന എന്തും അവിടെ ആക്സെപ്റ്റഡ് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പം ചെണ്ടകുട്ടി സമ്മാനം തരുന്നു. അപ്പം എനിക്കത് അറിയാം, ഇങ്ങനെ സംഭവിക്കും എന്നറിയാം. പക്ഷേ എനിക്കപ്പം വേണ്ടാന്നുണ്ട്. കാരണം ഞാൻ എപ്പോഴും ഒരു ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അവരുടെ സന്തോഷം അവർ പ്രകടിപ്പിക്കുമ്പോൾ ചിലപ്പം വിളിച്ചിരുത്തി സംസാരിക്കുന്ന വഴിക്ക് ഭയങ്കര ഇമോഷണലായിട്ട് എടാ മോനെ തകർത്തു എന്നൊക്കെ പറഞ്ഞിങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോഴും ഞാൻ അവരെ മാക്സിമം അവർ ചെയ്തോട്ടെ, അത് അവരുടെ ഇഷ്ടമാണെങ്കിൽ അവർ ചെയ്തോട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുക്കാം. അവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇത്രയും നാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കിയതുള്ള ആ ജെനുവിനിറ്റിയുടെ ഒരു റിവാർഡായിട്ടൂടി ഞാൻ കണക്കാക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഇന്റർവ്യൂവിന് പോകുന്നത് നാട്ടിൽ കുറെ പേർക്കെങ്കിലും നേരത്തെ അറിയാമായിരുന്നില്ലേ പ്രിപ്പറേഷന്റെ കാര്യമൊക്കെ? അപ്പൊ സ്വാഭാവികമായും അങ്ങനെ ഒരു ആഘോഷം. അപ്പം വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആക്ച്വലി വളരെ മുമ്പ് കണ്ടിട്ട് പിന്നെ ഈ ഇന്റർവ്യൂവിന്റെ സമയത്താണ് വീണ്ടും കാണുന്നത്. അപ്പം ആ ക്വിസിന്റെ ആ ഒരു കണക്ഷൻ പിന്നെ പല പല കാരണങ്ങൾ കൊണ്ട് മിസ്സായി പോവുകയും ചെയ്തു. അപ്പോൾ അവസാനമായി നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് പാത്വേസിലുള്ള ഇത്തവണ ഇന്റർവ്യൂ പ്രോഗ്രാമിന് ആണ് വന്നിരുന്നത്. അപ്പം പാത്വേസിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് കൂടി ഒന്ന് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമോ? പാത്വേസിന് മുമ്പ് തന്നെ എനിക്ക് മാമിനെ ഞാൻ ഭയങ്കര ആരാധനയോടെ കണ്ട ആളാണ്. കാരണം നമ്മൾ ക്വിസൊക്കെ നടത്തുന്ന നമ്മൾ വളരെ സാധാരണ സെറ്റപ്പിൽ നടത്തുന്നു. അപ്പം ആ സമയത്ത് നമ്മൾ കേരളത്തിൽ കേൾക്കുന്ന പേരുകളൊന്നാണ് മാമിന്. ഞാൻ ഇത്തരത്തിലുള്ള കുറേ ക്യൂരിയസ് ആയിട്ടുള്ള കുറേ ക്വിസ് കോമ്പറ്റീഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ സ്ലൈഡ് ഷെയർ എടുത്ത് മാമിൻ്റെ ക്വിസുകൾ നോക്കുമായിരുന്നു. പണ്ട് കാലത്ത് ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഉൾപ്പെടെ നോക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് മാം ആദ്യമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ വന്ന സമയത്തേക്ക് അപ്പോൾ എനിക്ക് എക്സൈറ്റഡ് ആണ്. അപ്പം രമ്യ ഋഷി മാം ക്വിസ് കാണാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര, അപ്പം നിർമ്മൽ ഔസേപ്പച്ചൻ ചേട്ടനും അരുൺ സാറും എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പം ഞങ്ങൾ മാം അറിഞ്ഞു നടത്തില്ല, ഞങ്ങൾ ഫോട്ടോ എടുത്ത് വലിയ കാര്യത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴും. അതിനുശേഷമാണ് ഇന്റർവ്യൂവിൽ കാണുന്നത്. അപ്പോൾ എനിക്കറിയത്തില്ല ഇത്രയും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മൾ ഒരു IPS കിട്ടിയ ഒരാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നു. അപ്പം നമുക്ക് അത്രയും നാട്ടിൽ വന്നപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത്രയും അപ്രോച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജിന് വളരെ പെട്ടെന്ന് റിപ്ലൈ തരുന്ന ഒരാളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം എൻ്റെ ഇൻ്റർവ്യൂ വളരെ മോശമായിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് അവിടെ നിന്നാണ് ആ ഒരു ഇൻപുട്ട് കിട്ടുന്നതും അതിനുശേഷം എനിക്ക് ഒരുപാട് 1-to-1 സെഷൻസ് കിട്ടി. ഒരുപക്ഷെ ഞാനിപ്പോൾ പാത്വേസിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്, ഒരു കണ്ടന്റ് മേക്കിംഗ് ടീമിൽ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ അത്രയും അടുപ്പത്തിലേക്ക് വന്നു.
അപ്പം കൃത്യമായ ഒരു ഗൈഡൻസ് ഇന്റർവ്യൂവിനെ പറ്റി എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ ഒരു കറക്റ്റ് ഗൈഡൻസ് ആ ഒരു അറ്റ് ദ മൂമെന്റ് ആ ഇന്റർവ്യൂ ബോർഡിൽ വെച്ചാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. ഒരുപക്ഷെ റിയലൈസ് ചെയ്തിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്റർവ്യൂ അത്രത്തോളം മോശമായി പോയത്. ഒരു തെറ്റായ ഞാൻ എവിടത്തോടെ മനസ്സിലാക്കിയതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും മനസ്സിലായി എന്താ മിസ്റ്റേക്ക്, എന്താണ് ചെയ്യേണ്ട എസെൻഷ്യൽ തിങ് എന്ന് മനസ്സിലായി. അപ്പം അത്തരത്തിൽ ഒരു ലൈഫ് ചേഞ്ചിങ് മൂമെന്റ് എനിക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതിനും പാത്വേസിനോട് എനിക്ക് വലിയൊരു നന്ദിയുണ്ട്. അപ്പോൾ വൈശാഖിന് ഇനിയും എക്സാം എഴുതാനുള്ള അറ്റംപ്റ്റുകളുണ്ട്. ഈ വിജയം ഒരു തുടക്കം മാത്രമാണ്. അപ്പോൾ അടുത്ത നമ്മുടെ പ്രിലിമിനറി പരീക്ഷ 1 മാസത്തിനുള്ളിൽ നടക്കാൻ പോവുകയാണ്. ഇനിയും ഒരുപാട് ഉയർന്ന വിജയങ്ങൾ നേടി ഇപ്പോഴത്തെ റാങ്ക് വെച്ചിട്ട് IAS ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഇനിയും IAS എത്താനുള്ള ഉയർന്ന റാങ്ക് അടുത്ത തവണ തന്നെ കിട്ടട്ടെ എന്ന് പാത്വേസ് ഫാമിലിക്ക് വേണ്ടി ഞാൻ ആശംസിക്കുന്നു. ഇന്ന് ഇത്രയും നേരം നമ്മളോടൊത്ത് സമയം ചെലവഴിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ പൊതുജനങ്ങളുമായി ഇടപഴകിയിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻസ് കരിയറിൽ ഏറ്റവും മികച്ച ഒരു ഓഫീസറായി മാറാൻ ഇടവരുത്തട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ.